വിശ്വാസികളെ, പരിശുദ്ധനായ മർക്കോസ് ഏവെങ്കിലിസ്ത എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവിക അധികാരവും ശിഷ്യന്മാരോടുള്ള കരുതലും മനുഷ്യരോടുള്ള കരുണയും വ്യക്തമായി വെളിപ്പെടുന്നു. ശിഷ്യന്മാർ പടകിൽ കടലിൽ പോകുമ്പോൾ ശക്തമായ കാറ്റും തിരമാലകളും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ആ സമയത്ത് യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ എത്തുന്നു. അവർ ഭയപ്പെടുമ്പോൾ അവൻ അവരോട് പറയുന്നു, ധൈര്യമായിരിക്കുക, ഞാനാണ്, ഭയപ്പെടരുത് എന്ന്. ഈ വചനം നമ്മെ 3 പ്രധാന ആത്മീയ സത്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. 1. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ശിഷ്യന്മാർ കടലിൽ ഒറ്റയ്ക്ക് ആയിരുന്നു. കാറ്റും തിരമാലകളും അവരെ ഭയപ്പെടുത്തി. എന്നാൽ യേശു തമ്പുരാൻ അവരെ വിട്ടുകളഞ്ഞില്ല. അവൻ അവരുടെ അടുക്കലെത്തി. സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം ഇതിനെക്കുറിച്ച് പറയുന്നത്, പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശക്തമാക്കാനാണ്. ദൈവം അവയിൽ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും കഷ്ടതകളും ഉണ്ടാകും. എന്നാൽ ആ സമയങ്ങളിൽ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസം നമ്മെ ശക്തമാക്കുന്നു. 2-ാമത്തെ ചിന്ത എന്നുള്ളത്, ഞാനാണ് ദൈവത്തിൻ്റെ വെളിപാട്. യേശു തമ്പുരാൻ അവരോട് പറയുന്നു, ഞാനാണ്, ഭയപ്പെടരുത് എന്ന്. ഈ ഞാനാണ് എന്ന വാക്കുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം മോശയോട് പറഞ്ഞ ഞാനാണ് ഞാൻ എന്ന വെളിപാടിൻ്റെ പ്രതിധ്വനിയാണ് ഇത്. പരിശുദ്ധനായ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറയുന്നുണ്ട്, ഞാനാണ് എന്ന വാക്കിലൂടെ ക്രിസ്തു തൻ്റെ ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നുവെന്ന്. അതായത്, നമ്മെ രക്ഷിക്കാൻ വരുന്നവൻ ഒരു സാധാരണ മനുഷ്യനല്ല, ദൈവപുത്രൻ ആണ് എന്ന്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് സ്പർശനത്തിൻ്റെ കൃപ ആണ്. ശേഷം ഗന്നസരത്ത് പ്രദേശത്ത് ആളുകൾ രോഗികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊടാൻ പോലും ശ്രമിച്ചു. അവനെ തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. പരിശുദ്ധനായ എഫ്രേം ദ സിറിയൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം പോലും കൃപയുടെ ഉറവിടമാണ് എന്ന്. ഇത് നമ്മെ പരിശുദ്ധ കൂദാശകളുടെ മഹത്വമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവിക കൃപ അദൃശ്യ രൂപത്തിൽ നമ്മെ സ്പർശിപ്പിക്കുന്നു എന്ന കൂദാശകൾ നമ്മളെ പഠിപ്പിക്കുന്നു. 3 ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. 2. അവൻ ദൈവപുത്രനാണ്, ഞാനാണ് എന്നുള്ള വെളിപാടുകൾ നമുക്ക് അദൃശ്യമായി ലഭിക്കുമെന്നുള്ള ഉറച്ച നിശ്ചയം. 3. അവൻ്റെ കൃപ നമ്മെ സ്പർശിക്കും, നമ്മെ സൗഖ്യമാക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും പരിശുദ്ധ കൂദാശകളിലെ സാന്നിധ്യവും പങ്കാളിത്തവും വേണം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ വന്നാലും ക്രിസ്തുവിൻ്റെ വാക്ക് നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഭയപ്പെടരുത്, ഞാനാണ്. നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ കൃപ നമ്മെ ശക്തിപ്പെടുത്തുന്നു. ദൈവം നമ്മെ വിശ്വാസത്തിലും സമാധാനത്തിലും എന്നും എന്നേക്കും വളർത്തുമാറാകട്ടെ.